നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ്. സിനിമാ മേഖലയിലെ വിഷയം തന്നെയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സിനിമാ മേഖലയിൽ ഉണ്ടായ സംഭവങ്ങൾ കൃത്യമായി പ്രഷർ റൂമിലേക്ക് എത്തിച്ച ഒരു വ്യക്തി തന്നെയാണ് വണ്ടു ടോക്സ് എന്ന ചാനലും. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ വാർത്താസമ്മേളനം നടത്തി. നിർമ്മാതാക്കളുടെ സംഘടന മറ്റ് സംഘടനകളുമായി യോഗം ചേർന്ന ശേഷം വാർത്താസമ്മേളനം നടത്തുകയും സുരേഷ് കുമാർ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. താരങ്ങൾ അമിത ശമ്പളം വാങ്ങുന്നു, ടെക്നീഷ്യന്മാർ അമിത ശമ്പളം വാങ്ങുന്നു, അതുകൊണ്ട് സിനിമാ മേഖല വലിയ തകർച്ചയിലാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു സമരപ്രഖ്യാപനം നടത്തി. ജൂൺ 1 മുതൽ അനിശ്ചിതകാലത്തേക്ക് സിനിമാ നിർമ്മാണം നിർത്തിവെക്കണമെന്നൊരു സമരപ്രഖ്യാപനം നടത്തി. അതോടൊപ്പം തന്നെ താരസംഘടന അമ്മയെ യോഗത്തിന് വിളിക്കാത്ത കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ ഇപ്പോൾ ആരുമില്ല, അതിന് നേതൃത്വമില്ല, അങ്ങനെ ഒരു കമ്മിറ്റി ഇല്ല എന്നും സുരേഷ് കുമാർ പറയുകയും നാഥനില്ല കളരി എന്നൊരു വാക്ക് ഉപയോഗിക്കുകയും ചെയ്തതിന് താരസംഘടന അമ്മ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് കത്ത് നൽകി. ആ കത്തിൽ കൃത്യമായി കാര്യങ്ങൾ സൂചിപ്പിച്ചത് പ്രഷർ റൂമിലേക്ക് വാർത്ത എത്തിച്ചതാണ്. അതിൽ ഖേദപ്രകടനം നടത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഞാൻ നിർമ്മാതാക്കളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് അതിന് മറുപടി നൽകാൻ അവർ തയ്യാറായിട്ടുണ്ട്. മറുപടി നൽകുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത് എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് എന്താണ് മറുപടി നൽകേണ്ടതെന്ന കാര്യം തീരുമാനിച്ച് മറുപടി നൽകുമെന്നും ഇവർ പറയുകയുണ്ടായി. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടൻ വിനായകൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പെഴുതി. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അത് വലിയ രീതിയിൽ മോശമായ കമൻറ്റുകളും വിനായകനെതിരെ മോശമായ കമൻറ്റുകൾ ഉൾപ്പെടെ അതിനകത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതിന് മറുപടിയായി നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും സിയാദ് കോക്കർ, സീനിയർ പ്രൊഡ്യൂസർ കൂടിയായ സിയാദ് കോക്കർ അതിനൊരു മറുപടിയും നൽകി. വിനായകൻ ഈ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു വാർത്ത ചെയ്യുന്നത്. വിനായകൻ ഈ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇപ്രകാരമാണ്. സുരേഷ് കുമാറിൻ്റെ ഒരു ഫോട്ടോ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് വിനായകൻ ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. സിനിമ തൻ്റെയും തൻ്റെ കൂടെ നിൽക്കുന്നവരുടെയും കുടുംബ സ്വത്താണോ മേനക സുരേഷ്? കൃത്യമായിട്ട് സുരേഷ് ചേട്ടനെ വിളിച്ചുകൊണ്ട് ഇത്തരമൊരു കുറിപ്പ് എഴുതുന്നു. അതിന് താഴെ എഴുതിയിരിക്കുന്നത്, അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കേണ്ട എന്ന് തൻ്റെ ഭാര്യയോടും മകളോടും പോയി പറഞ്ഞാൽ മതി. ഞാനൊരു സിനിമാ നടനാണ്. ഞാൻ സിനിമ നിർമ്മിക്കുകയും ഡയറക്റ്റ് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഇത് ഇന്ത്യയാണ്. ജയ് ഹിന്ദ്. ഇതാണ് വിനായകൻ കുറിച്ച്. താനൊരു നടനാണ്, താൻ ഡയറക്റ്റ് ചെയ്യും, താൻ അഭിനയിക്കും, താൻ അത് സിനിമ വിതരണത്തിന് ചെയ്യും. ഇത് ഇന്ത്യയാണ്. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാണ് വിനായകൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് ഇതിൻ്റെ മേൽ വലിയ ചർച്ചകൾ നടന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ സിയാദ് കോക്കർ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: എത്രയും പ്രിയപ്പെട്ട വിനായകൻ സാർ അറിയുവാൻ, സുരേഷ് കുമാർ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായി കൂടെ തന്നെയുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോള് കണ്ട് ഭയക്കുന്നവരല്ല ഞങ്ങൾ. ആരോട് എന്ത് പറയണമെന്ന് താൻ പഠിപ്പിക്കേണ്ട വിനായക. തുണി പൊക്കി നാട്ടുകാരെ കാണിക്കുന്നതും അശ്ലീലം പറയുന്നതുമല്ല സിനിമാ നിർമ്മാണം. താൻ ഒരു സിനിമ എടുത്ത് കാണിക്ക്, എന്നിട്ട് നിങ്ങൾ വീമ്പെളുക്ക്. വീണ്ടും തുടരുകയാണ്. സിനിമയിൽ അഭിനയിക്കാനും പ്രൊഡക്ഷൻ ചെയ്യാനും പ്രായം ഒരു അളവുകോളാണെങ്കിൽ ഇന്ന് മലയാള സിനിമയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ പ്രായപരിധി വെച്ച് പറയുകയാണെങ്കിൽ സിനിമ നിർമ്മിക്കാനും അഭിനയിക്കാനും ആളുകളുണ്ടെങ്കിൽ അതൊരു പ്രായമാണെങ്കിൽ അതിൻ്റെ അളവുകോൾ എത്രയാണെന്ന് ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമല്ലോ, ബാക്കിയുള്ളവർക്ക് അറിയാമെന്നൊരു സൂചന നൽകി. അവിടെയും തീരുന്നില്ല. NP ഇട്ടിട്ട് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം, സിനിമ വിജയിച്ചില്ലെങ്കിൽ പ്രേക്ഷകരെ തുണിപൊക്കി കാണിക്കരുതേ വിനായിക എന്നൊരു അഭ്യർത്ഥനയും. തൻ്റെ സിനിമയൊക്കെ പരാജയപ്പെട്ടാൽ പ്രേക്ഷകരുടെ മുമ്പിൽ പോയി ഫ്ലാറ്റിലുണ്ടായിരുന്ന വീഡിയോ ആണ് അദ്ദേഹം പറയുന്നത്. ഫ്ലാറ്റിൽ തുണിപൊക്കി കാണിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ തുണിപൊക്കി കാണിക്കരുതേ വിനായക എന്നൊരു അഭ്യർത്ഥനയും കൂടി വിനായകൻ അഭ്യർത്ഥന വെച്ചുകൊണ്ടാണ് സിയാദ് കോക്കർ ഈ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഇത് സുരേഷ് കുമാറിനെ ഒറ്റയ്ക്കുള്ള ആരെങ്കിലും ആക്രമിക്കാൻ ചെന്നാൽ അതിന് ഒപ്പമുണ്ട് സംഘടന എന്ന് കാണിക്കുന്നതാണ് സിയാദ് കോക്കറിൻ്റെ ഈ കുറിപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സിനിമാ മേഖല പ്രതിസന്ധി വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആ രീതിയിലേക്കാണ് ചർച്ച പോകുന്നത്. സിനിമയുടെ ചിലവും അതിലുണ്ടായിരുന്ന നഷ്ടങ്ങളും ആ കണക്ക് നിർമ്മാതാക്കളുടെ സംഘടന പുറത്തു വിട്ടത് പല സിനിമാക്കാർക്കും പല അഭിനേതാക്കൾക്കും ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അത് കൃത്യമായി തന്നെ ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു. അത് ആ ഒരു തീരുമാനം നിർമ്മാതാക്കൾ എടുത്തത് എത്രമാത്രം ശരിയാണെന്ന് നിർമ്മാതാക്കളും ആലോചിക്കേണ്ടതായി വരും. ഇനിയുള്ള കാലങ്ങളിലും അവരുടെ വെള്ളിത്തിര എന്ന ചാനലിലൂടെ, നിർമ്മാതാക്കളുടെ പുതിയ യൂട്യൂബ് ചാനൽ പുറത്തു വരുന്നു, വെള്ളിത്തിര എന്ന ചാനലിലൂടെ ഇവർ വാങ്ങുന്ന ശമ്പള പട്ടിക ഉൾപ്പെടെ പുറത്തുവിടും. അതോടൊപ്പം തന്നെ എല്ലാ ആഴ്ചയിലുമുള്ള എല്ലാ മാസത്തിലുമുള്ള
സിനിമയുടെ വരവ് ചെലവ് കണക്കുകളും പുറത്തുവിടുമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഇവിടെ വലിയ കോലാഹലം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വലിയ ചർച്ച നടക്കും. ഇപ്പോൾ വിനായകൻ്റെ കുറിപ്പിന് മറുപടി നൽകിയിരിക്കുന്നത് സിയാദ് ഖോക്കറാണ്. അതിൻ്റെ പിന്നാലെ ഇനി ആരൊക്കെയാണ് വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. നിർമ്മാതാക്കൾ ഉടൻ തന്നെ താരസംഘടന അമ്മ നൽകിയ കത്തിന് മറുപടി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഖേദപ്രകടനം വേണമെന്ന് നിർബന്ധമായി തന്നെ പറയുന്നു. ഇനി ഇത്തരം പരാമർശം പാടില്ല എന്ന് താരസംഘടന അമ്മ കത്ത് കൊടുത്ത വാർത്ത ഏറ്റവും ആദ്യം ബ്രേക്ക് ചെയ്തത് നമ്മളാണ്. പിന്നീടാണ് മറ്റ് ചാനലും എല്ലാം ഏറ്റെടുത്തത്. അതുപോലെ തന്നെ വിനായകൻ്റെ ഈ കേസും ഇത്തരം നിലയിലേക്ക് പോകുന്നു. അതിന് മറുപടിയുമായി സിയാദ് ഖോക്കൻ രംഗത്ത് വന്നിരിക്കുന്നു. സിനിമാ മേഖലയിലെ പ്രതിസന്ധികൾ ഒരു ടേബിളിന് ചുറ്റുമിരുന്നാൽ പരിഹരിക്കാൻ കഴിയുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ ടേബിളിന് ചുറ്റുമിരിക്കാൻ ആളുകളുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയമുള്ളത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.